ചക്കക്കുരു മീനും വെച്ച് ഉച്ചക്കത്തെ ലഞ്ചിന് ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഭയങ്കര ടേസ്റ്റാട്ടെ ഈ ഒരു കറിക്ക്. ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അടുത്ത മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വറുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും സ്പൈസസും കൂടി പൊടിച്ചതാണ് വറുത്ത മുളക് പൊടി. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണേ. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 15-20 ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പിട്ട് ഏകദേശം ഒരു 3-4 വിസിൽ അടുപ്പിക്കണേ. ഈ ഒരു കറി ഉണ്ടാക്കുക ഏറ്റവും നല്ലത് ചട്ടിയാണ്. അപ്പം ഞാനിവിടെ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാതിന് ശേഷം മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളല്ല, ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇനി ചക്കക്കുരു വെന്തിട്ടുണ്ടെന്ന് നോക്കാം. സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് കുത്തി വെക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം നമുക്ക് ഊറ്റി മാറ്റിയെടുക്കാം. ചക്കക്കുരുൻ്റെ ചൂടൊക്കെ മാറാൻ ഒന്ന് മാറ്റി വെക്കണേ. ഇപ്പോൾ ഏകദേശം വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് വരാനുള്ള ഒരു ഐറ്റം. ഈ മീൻ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ. എനിക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലും ഇടാം. മീനൊന്നും കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചക്കക്കുരുൻ്റെ തൊലി മാറ്റിയെടുക്കാം. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണേ. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മീൻ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ചക്കക്കുരു കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ഓൾറെഡി വെന്തതുകൊണ്ട് തന്നെ ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് അരിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഈ ഒരു കറിക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടണേ. അതിൻ്റെ കൂടെ മിക്സിയുടെ ജാറൊന്ന് കൈകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നോക്കി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ കറിക്ക്. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണേ. അതിന് വേണ്ടത് കറിവേപ്പില കേട്ടോ. കുറച്ചധികം കറിവേപ്പില തന്നെ ഈ ഒരു കറിക്ക് ആവശ്യമുണ്ട്. കറി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണേ. കുറച്ചും കൂടി തിളപ്പിച്ചാൽ ഇതിങ്ങനെ പിരിഞ്ഞു പോകും. നമുക്ക് അത്രൻ്റെ ആവശ്യമില്ല. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് താളിക്കണം. വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ചൂടോടെ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി. ഉച്ചക്കത്തെ ലഞ്ചിന് നല്ലൊരു ഒഴിച്ച് കറിയാണ്. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.